ഹായ് ഫ്രണ്ട്സ്, ഓൺ എക്സാമൊക്കെ അടുത്തെത്തിയിട്ടുണ്ടല്ലേ. ഓഗസ്റ്റ് 10 ആകുമ്പോഴേക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ സിലബസൊക്കെ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു മാർക്ക് വാങ്ങാനുള്ള രീതിയിൽ എങ്ങനെ ആക്കി വെക്കാം, അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ സിലബസും വെയിറ്റേജുമാണ്. അപ്പോൾ സിലബസ് യൂട്യൂബിൽ പോയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ചാപ്റ്റേഴ്സ് എവിടെ വരെ വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അതൊരു ബുക്കിൽ എഴുതിയെടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്നുള്ളത്. ഇനി വെയിറ്റേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെയിറ്റേജിന് ഇപ്പോൾ വലിയ പ്രസക്തി ഇല്ല. എന്നാലും ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വലിയ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ചെറിയ ചാപ്റ്ററിലേക്ക് കിടക്കുക. കാരണം വലിയ ചാപ്റ്റേഴ്സിനായിരിക്കും കുറച്ചും കൂടി അധികം ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് എക്സാമിൽ വരാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെറിയ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഇനിയുള്ള ദിവസം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ സബ്ജക്റ്റിലെയും വലിയ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് തീർക്കാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ചെറിയ ചാപ്റ്റേഴ്സ് പിന്നത്തേക്ക് എന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അഥവാ നിങ്ങൾക്ക് ലാസ്റ്റ് തൊട്ട് ഒരു ചെറിയ ചാപ്റ്ററൊക്കെ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ ഒരു ചെറിയ ചാപ്റ്റർ സ്കിപ്പാക്കിയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ മാർക്കിൽ ഒരു വലിയ കുറവൊന്നും വരാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് വീക്ക് ഏരിയാസും നമ്മൾ കൺസിഡർ ചെയ്യാതെ പോകാന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് തീരെ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ നമ്മൾ ഭയങ്കര വീക്കായിരിക്കും. അത് കാരണം നമ്മൾ ആ സബ്ജക്റ്റ് തീരെ മൈൻഡ് ചെയ്യില്ല. നമ്മൾ വിചാരിക്കും അത് ലാസ്റ്റ് എക്സാം ടൈമിൽ മാത്രം നോക്കാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോകാം, അങ്ങനെയൊക്കെ. പക്ഷെ അത് നല്ലൊരു ഐഡിയ അല്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് വഴി വീണ്ടും എക്സാം ടൈമിൽ നമ്മൾ തിരക്കിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ട് പോവും, മാർക്ക് പിന്നെയും ആ ഒരു സബ്ജക്റ്റിൽ ലോ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ വീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫസ്റ്റ് തുടങ്ങുന്ന ടൈമിൽ തന്നെ ഡെയിലി ഒരു 30 മിനിറ്റ് ആ സബ്ജക്റ്റിന് വേണ്ടി കൊടുക്കുക. ബാക്കിയുള്ള ടൈമിൽ ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കുക. ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. മനസ്സിലായല്ലോ? ഇപ്പോൾ നിങ്ങൾ മാത്സ് ആണ് നിങ്ങൾക്ക് ടഫെങ്കിൽ ഡെയിലി 30 മിനിറ്റ്സ് മാത്സ് പഠിക്കാനും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് ഒരു കുറച്ച് ടോപ്പിക്സ് എന്ന രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു എക്സാം ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ മാത്സിൽ ഏകദേശം ഒന്ന് മെച്ചമായിട്ടുണ്ടാവും. അത്യാവശ്യം ടോപ്പിക്സൊക്കെ ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ വീക്ക് ഏരിയാസ് കൺസിഡർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെയും അതിൽ മാർക്ക് കുറയാനേ സാധ്യതയുള്ളൂ. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വൺ ഷോട്ട് ഉണ്ട്, ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഏത് കണ്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പ്രിഫർ ചെയ്യുന്നത് വൺ ഷോട്ടാണ്. കാരണം ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കാണാനുള്ള അത്രയും ടൈം നമുക്കില്ല എല്ലാ ചാപ്റ്ററിൻ്റെയും. അപ്പോൾ വൺ ഷോട്ട് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാനുണ്ടെങ്കിൽ മാത്രം അത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. ആ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ വൺ ഷോട്ട് കാണുമ്പം നോട്ട്സ് ഉണ്ടാക്കണോ വേണ്ടിയോ എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ടെസ്റ്റ് നോക്കി പഠിക്കാൻ നിങ്ങൾ ഓക്കെയാണ്, അത് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. എന്നിട്ട് ടെസ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ആ രീതിയിൽ. ഇനി അതെല്ലാം നോട്ടാക്കിയാലേ ശരിയാവുന്നുണ്ടെങ്കിൽ നോട്ടാക്കാം. പക്ഷെ ഒരുപാട് ടൈം ഈ നോട്ട് ചെയ്താൻ വേണ്ടിയിട്ട് പോയിപ്പിക്കരുത്. ഉദാഹരണത്തിന് ഈ ഒരു നോട്ട് എഴുതിയിട്ട് അത് വൃത്തിയായില്ല എന്നുള്ള രീതിയിൽ രണ്ടാമത് റീറൈറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവം അതെനിക്കും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ടൈം ഒരുപാട് പോകാമെന്നല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ തന്നെ നീറ്റിൽ എഴുതാൻ നോക്കുക. പിന്നെ അത്യാവശ്യം കുറച്ച് സ്പീഡിൽ എഴുതാൻ, നന്ന സ്ലോ ആക്കി എഴുതാൻ നിൽക്കണ്ട. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ടൈം മാനേജ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തല്ലോ വെയിറ്റേജ് വലിയ ചാപ്റ്റേഴ്സ് എന്നനുസരിച്ചിട്ട്. അപ്പോൾ ഒരു വലിയ ചാപ്റ്റേഴ്സിൻ്റെ വൺ ഷോട്ട് കാണുന്നു. അതിന് ശേഷം അത് മനസ്സിലായില്ലെങ്കിൽ മാത്രം കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോസ് കാണുന്നു. അതിന് ശേഷം നമ്മൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. എല്ലാ സബ്ജക്റ്റിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ടൈം കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു 3 സബ്ജക്റ്റെങ്കിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റിലും കൂടി ചെയ്യാം. ഓക്കെ, ഇതിലെ മൂന്നിലും ഇപ്പോൾ മെയിനായിട്ട് മാത്സും ഫിസിക്സും ആണ് പറയുക. അതിൽ ന്യൂമറിക്കൽസ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ടൈപ്പാണ്. മാത്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലായിരിക്കും നല്ലത്. സോ അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ യൂട്യൂബിൽ കുറച്ച് അധികം അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൊക്കെ യൂസ് ചെയ്തിട്ടും പഠിക്കാം. പിന്നെ സോഷ്യൽ ബയോളജി പോലുള്ള സബ്ജക്റ്റുകളിൽ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒട്ടും ക്വസ്റ്റ്യൻ നോക്കാതെ പോകുന്നതും അത്ര നല്ല ഐഡിയ അല്ല. ഓക്കെ.
പിന്നെ നിങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന ടൈമുകളിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവും. പിന്നെ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു കാര്യമൊന്നും ഓർമ്മ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് ഐഡിയ കിട്ടിയല്ലോ. ഫസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് കാണാം, അതൊന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കാണാം. അതിനുശേഷം ആ ഒരു ടൈമിൽ തന്നെ നോട്ട് എഴുതിയെടുക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ റിവിഷൻ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓരോ ചാപ്റ്ററും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂൾ വിട്ട് വന്നതിന് ശേഷവും കിട്ടുന്ന ടൈമുകളിലൊക്കെ പഠിക്കാം. ഇപ്പോൾ കുറച്ചൊക്കെ ബ്രേക്ക് എടുത്തിട്ട് തന്നെ പഠിക്കുക. അതിന് നമുക്ക് പൊമോഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഒരു 25-50 മിനിറ്റ് പഠിച്ചതിന് ശേഷം 5 to 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ചിലർക്ക് കുറച്ചധികം ടൈം പഠിക്കാൻ പറ്റുമായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നത്ര പഠിച്ചതിന് ശേഷം കുറച്ച് നേരം ബ്രേക്ക് എടുക്കുക. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒറ്റ ഇരിപ്പിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം തലയിൽ കയറാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നോട്ട് എഴുതാനും റിവിഷൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക. അതൊക്കെ ടൈം മാനേജ്മെൻറ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു ടീച്ചർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 ടെക്നിക്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.